ശ്രീകുമാർ, രാഹുൽ എത്തുമോ ഇല്ലയോ, രാഹുൽ വരേണ്ടതില്ല എന്ന നിലപാട് ഉറച്ചു പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ ബാക്കി നേതാക്കളിൽ നിന്നും ആ ഉറച്ച ശബ്ദം കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നോക്കൂ ശ്രീമതി സ്മൃതി, കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗവും അതുപോലെ UDFൻ്റെ MLA-മാരുടെ യോഗമൊക്കെ നാളെ ഉച്ചതിരിഞ്ഞിട്ടാണ് ചേരുക. നാളെ നിയമസഭാ സമ്മേളനം ചേരുന്നുണ്ടെങ്കിലും രാവിലെ അന്തരിച്ച നേതാക്കളോടുള്ള ചരമോപചാര പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് അത് സഭ പിരിച്ചുവിടുമല്ലോ നാളെ. പിന്നെ മറ്റന്നാൾ തൊട്ടാണ് നിയമസഭയുടെ യഥാർത്ഥ സമ്മേളനം നടക്കുക. അപ്പോൾ നാളെ സഭാ സമ്മേളനമില്ല, അനുശോചന യോഗങ്ങളാണ്. അത് ഒരു രാഷ്ട്രീയമായ തർക്കമൊന്നും ഉണ്ടാകാത്ത വിഷയമാണ്. അത് ഞാൻ ആരംഭത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA ശ്രീ VPP മുസ്തഫ പറഞ്ഞത് അദ്ദേഹം പാർലമെൻ്ററി പാർട്ടിയിൽ എങ്ങനെ വന്നു എന്നാണ്. അദ്ദേഹത്തെ പാലക്കാട്ടെ ജനങ്ങൾ ജയിപ്പിച്ചതുകൊണ്ട് അദ്ദേഹം പാർലമെൻ്ററി പാർട്ടിയിൽ വന്നു. അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോയി. അത് അവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചു. ആ ജനങ്ങളെ ഞങ്ങളും അംഗീകരിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം പാർലമെൻ്ററി പാർട്ടിയിൽ എത്തിയത്. പാർലമെൻ്ററി പാർട്ടിയിൽ എത്തിയ ശേഷം അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കപ്പെട്ടു. ആ ആക്ഷേപമാണെങ്കിൽ പരാതിക്കാരൊന്നും ഇപ്പോഴുമില്ല. VPP മുസ്തഫയുടെ പാർട്ടിയുടെ പോലീസ് അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. അന്വേഷണം നടക്കുന്നു. എന്തെങ്കിലും ഒരു തുമ്പുണ്ടെങ്കിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലടയ്ക്കുമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. കാരണം കേരളത്തിലെ CPMൻ്റെ കണ്ണിലെ കരടാണ് ഈ ചെറുപ്പക്കാരെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായി എന്ന് പാർട്ടിക്ക് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടപ്പോൾ ഒരു തീരുമാനമെടുത്തു. അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കി. ആ കത്ത് സ്പീക്കർക്ക് കൊടുത്തു. സ്പീക്കർ ആ കത്ത് അംഗീകരിച്ചു. ഇനി ആ സഭാ സമ്മേളനത്തിൽ രാഹുൽ പോകണമോ എന്നുള്ളത് ഒരു MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് തീരുമാനിക്കാം. കാരണം ഒരു MLAക്ക് MLAയുടേതായ ഒരു അവകാശമുണ്ട്. ആ അവകാശം എങ്ങനെ വിനിയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം. അദ്ദേഹം പ്രത്യേക ബ്ലോക്കിൽ PV അൻവർ നേരത്തെ ഇരുന്ന സീറ്റിലൊക്കെയാണ് ഇരിക്കുക എന്ന് കേൾക്കുന്നു. അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നു. ഭരണപക്ഷം ഈ തരത്തിൽ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ ശക്തിയുക്തം പ്രതികരണങ്ങൾ നടത്തുന്നു. അപ്പോൾ പ്രതിപക്ഷ നിര നിശബ്ദമായിരിക്കുമോ? രാഹുൽ ഒറ്റയ്ക്ക് വാദിക്കുമോ അതോ പ്രതിരോധം തീർക്കുമോ? നോക്കൂ, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ശ്രീ രാഹുൽ നിയമസഭയിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ പ്രധാനപ്പെട്ട ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയം ചർച്ച ചെയ്യേണ്ടത് നിയമസഭയിലാണ് മറ്റന്നാൾ തൊട്ട്. CPM ആഗ്രഹിക്കാത്ത വിഷയവും അതാണ്, ഈ പോലീസ് മർദ്ദനവും അതുപോലെ മറ്റൊരുപാട് വിഷയങ്ങൾ. അപ്പോൾ ഈ രാഹുൽ എങ്ങനെയെങ്കിലും ഒന്ന് സഭയിൽ എത്തിക്കാൻ എന്താ ശ്രമം എന്നവർ ആലോചിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സ്പീക്കർ ഇന്ന് വളരെ സമചിത്തതയോടെ വളരെ നയപരമായിട്ട് പറഞ്ഞത് രാഹുലിന് പ്രത്യേക ബ്ലോക്ക് കൊടുക്കുന്നതൊക്കെ. എന്ന് വെച്ചാൽ വരുന്നെങ്കിൽ വന്നോട്ടെ, വന്നു കഴിഞ്ഞാലത്തെ കാര്യം നമുക്ക് ആലോചിച്ച് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വിഷയം മാറിപ്പോവും. അപ്പോൾ ഈ വിഷയം മാറ്റാനുള്ളൊരു അവസരം ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതെനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ആഗ്രഹിക്കുന്നുണ്ടാകില്ല. എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിയത് കോൺഗ്രസ്സാണ്, UDF ആണ്. ആ UDFനെ രാഷ്ട്രീയമായി പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പറ്റാവുന്നൊരവസരം താനായിട്ട് എന്തിന് ഇല്ലാതാക്കണം എന്ന് രാഹുലിന് തോന്നാതിരിക്കുമോ? കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം കോൺഗ്രസ് അദ്ദേഹത്തെ പെട്ടെന്നെടുത്ത് വളർത്തിയതാണല്ലോ ആക്ഷേപം. അപ്പോൾ അങ്ങനെ പെട്ടെന്നെടുത്ത് വളർത്തിയ ഒരാൾ കോൺഗ്രസിൻ്റെ നിയമസഭയിൽ ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഗവൺമെൻറ്റിനെതിരെ ഉന്നയിക്കാൻ പറ്റാവുന്ന അവസരത്തിൽ ഞാൻ അങ്ങോട്ട് കയറി ചെന്നിട്ട് എനിക്കെതിരെ എല്ലാവരും കേന്ദ്രീകരിച്ചിട്ട് ആ സമ്മേളനത്തിൽ നിന്നും ആ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പോകണോ എന്ന് രാഹുൽ ചിന്തിക്കില്ലേ? അത് കേരളത്തിലെ എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും അത് തന്നെയാണ് ചിന്തിക്കുക. രാഹുൽ പോകാൻ സാധ്യതയില്ലെന്നാണ് അവരുടെ ചിന്ത, ഒരു സാധാരണ പ്രവർത്തകന്റെ ചിന്ത. ശരി, രാഹുലിന്റെ വിശാലമായ ചിന്താഗതി കൊണ്ട് രാഹുൽ വരുന്നില്ല എന്നൊരു അഭിപ്രായം അങ്ങ് പറയുമ്പോൾ പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരണ്ട എന്നുള്ളത് ഒറ്റയ്ക്ക് ഒരുമിച്ചുള്ള തീരുമാനമാണോ ശ്രീകുമാർ? കാരണം ഇന്ന് വീക്ഷണത്തിൽ എഡിറ്റ് പേജിൽ വന്നിരിക്കുന്ന ലേഖനം J. ബാബു രാജേന്ദ്രൻ എന്നൊരാളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ രാഹുലിനെ വെള്ളപൂശിക്കൊണ്ടുള്ള ലേഖനമാണ്. അത് ഒരു നിലപാടായി അദ്ദേഹം അത് അവതരിപ്പിക്കുകയാണെങ്കിൽ കൂടി അതിൽ മുഴുവൻ ഇരകളെ അതിരൂക്ഷമായി അപമാനിക്കുന്ന വാചകങ്ങളുണ്ട്. അതിപ്പോൾ വായിക്കാൻ പോലും പറ്റില്ല. അങ്ങ് വായിച്ചു കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ആരാണ് ഈ ബാബു രാജേന്ദ്രൻ നായർ? അദ്ദേഹം സ്വന്തം നിലയ്ക്ക് എഡിറ്റ് പേജിൽ അങ്ങനെ ലേഖനം എഴുതുമ്പോൾ, സഭാ സമ്മേളനത്തിന് തൊട്ട് തലേ ദിവസം എഴുതുമ്പോൾ അത് ആരുടെ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്? അല്ല, അക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ മുഖപത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ ജെയ്സൺ ജോസഫാണ് അതിന് വിശദീകരണം നൽകേണ്ടത്. അത് സത്യത്തിൽ അങ്ങനെ ഒരു കുറിപ്പ് അതിൽ എങ്ങനെയാണ് വന്നതെന്നുള്ളത് സ്മൃതി ചോദിച്ചതുപോലെ അത് ഒരു അനവസരത്തിൽ വന്നു എന്ന് കരുതുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അപ്പോൾ എന്താണെന്നുള്ളത് അത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ വീക്ഷണമായിട്ട് വലിയ ബന്ധമില്ല.
അതെനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയില്ല. അപ്പോൾ അത് അവരുടെ ബന്ധപ്പെട്ട് വിശദീകരിക്കട്ടെ. എന്തായാലും പാർട്ടിയുടെ തീരുമാനം KPCC പ്രസിഡന്റും പാർലമെൻ്ററി പാർട്ടി തീരുമാനം VD സതീശനും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പാർലമെൻ്ററി പാർട്ടിയിലൊരു ഒരാളില്ല എന്ന് VD സതീശൻ പറഞ്ഞാൽ അത് CPM അംഗീകരിക്കണം ഒരു നിർബന്ധവും കോൺഗ്രസിനില്ല. അത് ജനങ്ങൾ അംഗീകരിച്ചാൽ മതി, കോൺഗ്രസ് അംഗീകരിച്ചാൽ മതി. പിന്നെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ സണ്ണി ജോസഫ് തന്നെയാണ് പറഞ്ഞത് MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് തീരുമാനമെടുക്കുക എന്ന് വെച്ചാൽ അദ്ദേഹം MLA ആണ്. ആ MLA സ്ഥാനം രാജിവെക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഒരുപാട് നേതാക്കളുടെ അഭിപ്രായം, പ്രതിപക്ഷത്തുള്ളവരുടെ മാത്രമല്ല ഭരണപക്ഷത്തുള്ളവരുടെ, പ്രത്യേകിച്ച് ഐഷ പോറ്റിയെ പോലുള്ളവരുടെ അഭിപ്രായമുണ്ട്. ഐഷ പോറ്റി ഇന്ന് CPM-ലാണ്. അവരെന്താ പറഞ്ഞത്? കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരാളെ പിടിച്ച് പുറത്താക്കുന്നത് ശരിയാണോ എന്ന് അവർ ചോദിച്ചത്. ഐഷ പോറ്റി എന്തായാലും ഈ സ്ത്രീ പീഡകരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളല്ലെന്ന് അറിയാമല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഡിസ്മിസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊസീജിയറുണ്ട്. അപ്പോൾ ഡിസ്മിസ് ചെയ്യാനുള്ള പ്രൊസീജിയർ തുടങ്ങിയാൽ ഈ CPM-ന്റെ പ്രതി മുസ്തഫ പറയും എന്ത് പ്രൊസീജിയറാണ് അവർ നോക്കുന്നത്, നോട്ടീസ് കൊടുത്ത് നീട്ടി കൊണ്ടുപോവല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ആദ്യം എന്താ ചെയ്തത്, മാധ്യമങ്ങൾ ഇത് മാധ്യമ ഗൂഢാലോചനയാണെന്ന് കോൺഗ്രസ് പറഞ്ഞില്ലല്ലോ, ഇത് CPM ഗൂഢാലോചനയാണെന്ന് കോൺഗ്രസ് പറഞ്ഞില്ലല്ലോ. ഇതൊരു ജനകീയ വിഷയമായിട്ട് ഉയർന്നു വന്നു. പറയുന്നു. അല്ല, അതിന് ശേഷമുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ ഇതിലൊരു നമ്മളൊരു വിഷയം അവസാനിപ്പിച്ചാൽ ഒരു അധ്യായം അടച്ചു എന്ന് ആ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞാൽ അത് വീണ്ടും തുറക്കണം എന്നുള്ള രീതിയിലേക്ക് വന്ന പുതിയ കഥകൾ ഉണ്ടാക്കുക. ഈ കഥകളൊന്നും അവിടെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പോലീസ് ഇപ്പം ഈ സംഭവവികാസങ്ങൾക്ക് ശേഷം അടൂർ പ്രകാശ് പറഞ്ഞ അറിയാമല്ലോ. അടൂർ പ്രകാശ് പറഞ്ഞത് സഭയിൽ സംരക്ഷണം ഒരുക്കുമെന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് ഒരുക്കണമെന്നാക്കി, പിന്നീട് ഒന്നും പറയാതെയായി. ഇപ്പോൾ ഇതാ തൊട്ടു തലേ ദിവസം പാർട്ടി മുഖപത്രത്തിൽ വന്നിരിക്കുന്ന ലേഖനം. അപ്പോൾ ഇത് ഒറ്റക്കെട്ടായ നിലപാടാണെന്ന് സ്വാഭാവികമായ സംശയമാണ്. ഞാൻ അങ്ങിലേക്ക് വരാം. ഡോക്ടർ MN കാരശ്ശേരി, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് പൂർത്തിയാക്കൂ. നോക്കൂ സ്മൃതി, അതായത് ഒരു പാർട്ടി പത്രത്തിൽ വന്ന ലേഖനത്തെ നിങ്ങൾ എന്തായാലും ആധികാരികമായിട്ട് എടുക്കണ്ട. കാരണം പാർട്ടി പത്രങ്ങളിൽ ചില ലേഖനങ്ങൾക്ക് അങ്ങനെ എല്ലാ ലേഖനങ്ങളും പത്രാധിപർക്കൊന്നും നോക്കിയിട്ട് വരണമെന്നൊന്നും ഇല്ലല്ലോ. അതെങ്ങനെയാണ് നിങ്ങളെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമായി ആ ലേഖനം വരുമ്പോൾ അത് രൂപത്തിലേക്കാണ് ദേശാഭിമാനിയിലെ ലേഖനത്തെ കുറിച്ച് അങ്ങ് എത്ര ചർച്ചകളിൽ പറഞ്ഞിരിക്കുന്നു? അല്ല, അത് പറയും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് വിശദീകരിക്കേണ്ട അവരാണ്. പക്ഷേ എന്തായാലും പാർട്ടിയുടെ തീരുമാനം പ്രഖ്യാപിച്ച് കഴിഞ്ഞു. KPCC പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി ലീഡറും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് ഉന്നത നേതാവും ഒറ്റ കാര്യമേ പറയുള്ളൂ. നിങ്ങൾ എത്ര മറിച്ചും തിരിച്ചും ചോദിച്ചാലും രണ്ടുപേര് പറയുന്നത് മാത്രമേ കാര്യമായിട്ട് എടുക്കുള്ളൂ. ആര്? ഒന്ന് KPCC പ്രസിഡന്റ്, ഒന്ന് നിയമസഭാ കക്ഷി നേതാവ്. ഈ രണ്ടുപേരും പറയുന്നതേ മുഖവിലേക്ക് എടുക്കുള്ളൂ. അതാണ് പാർട്ടി തീരുമാനം. അതിനിടയ്ക്ക് ആരെന്ത് പറഞ്ഞാലും അത് കോൺഗ്രസിന്റെ തീരുമാനമായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം ലഭിക്കില്ല. സംശയം വേണ്ട. Debate with Smriti Parithikar.